+2 കെമിസ്ട്രിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ പഠിക്കണം, എവിടുന്നൊക്കെ പഠിക്കണം എന്നൊക്കെ കുറേ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതൊക്കെ എന്തായാലും പഠിക്കണം. കാരണം നമ്മൾ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പല തവണ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതൊക്കെ. അപ്പം എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടുന്ന എന്തായാലും ചോദ്യങ്ങൾ വരാൻ ചാൻസുള്ള കുറേ ടോപ്പിക്കുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ ടോപ്പിക്കുകളും എടുത്തിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ച് സെറ്റാക്കി തരാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ നമ്മുടെ പബ്ലിക് എക്സാമിന് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ലേ, ഉറപ്പിച്ച് സെറ്റല്ലേ മൈൻഡിൽ എന്ന് ഉറപ്പിച്ച് വേണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ. അപ്പം എൻ്റെ കൂടെ അങ്ങ് ചെയ്തോ, അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, എന്നിട്ട് പഠിച്ചോ, ഒരിക്കലും സ്കിപ്പ് ചെയ്യണ്ട. വിച്ച് ഈസ് ദ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദി ബീറ്റ എലിമിനേഷൻ ഓഫ് 2-bromopentane? ഇത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സുകളും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ പറഞ്ഞുതരാം. ബീറ്റ എലിമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് സാധാരണ ബീറ്റ എലിമിനേഷൻ ഓഫ് 2-bromopentane ആണ്. 2-bromopentane ആണ്. അപ്പോൾ അതിൽ ബ്രോമിൻ ഉണ്ട്, ബ്രോമിൻ. അപ്പോൾ ബ്രോമിനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. ബീറ്റമെന്ന് പോകുന്നത് ഹൈഡ്രജൻ ആയിരിക്കും എപ്പോഴും, ഹൈഡ്രജനായിരിക്കും ബീറ്റ കാർബണിൽ നിന്ന് പോകുന്നത് എപ്പോഴും ഹൈഡ്രജനും, മറ്റൊരാൾ ബ്രോമിനുമാണ്. അപ്പോൾ ബീറ്റ എലിമിനേഷൻ നടത്തണമെങ്കിൽ ഇവിടെ നമ്മൾ ചേർക്കുന്നത് ആൽക്കഹോളിക് KOH ആണെന്ന് ഉറപ്പിക്കുക. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. 2-bromopentane ഫോമിൽ നിങ്ങൾക്ക് അറിയാം, അതായത് 5 കാർബൺ വേണം. സോ 5 കാർബണിൽ ഒരു സെക്കൻഡ് കാർബണിലാണ് ബ്രോമിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും CH3 CH2 CH2 CH3. എന്നിട്ട് എന്താ ചോദിച്ചത്? മേജർ പ്രൊഡക്റ്റ് ആണ് എഴുതേണ്ടത്. എന്താ മേജർ പ്രൊഡക്റ്റ് ആണ്? ആൽക്കഹോളിക് KOH ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ പോയിന്റ്. ആൽക്കഹോളിക് KOH ചേർത്ത് കഴിഞ്ഞാൽ, ആൽക്കഹോളിക് KOH എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത് ആൽക്കഹോൾ അടിച്ചാണ് വരുന്നത്. അപ്പോൾ ആൽക്കഹോൾ അടിച്ച് വരുമ്പോൾ അയാൾക്ക് ഒരു ബോധം ഉണ്ടാവില്ല, അയാളായിട്ട് ഹാലജൻ ഒരൊറ്റ ചവിട്ട, ഹാലജൻ പോയി. പിന്നെ അപ്പോൾ ഇതാണ് ആൽഫ കാർബൺ, തൊട്ടപ്പുറത്തെ 2 കാർബണുകളാണ് ബീറ്റ കാർബൺ. ഈ 2 ബീറ്റ കാർബണുകളിൽ ഏതെങ്കിലും ഒരു കാർബണിൽ നിന്ന് എന്ത് പോകും? ഹൈഡ്രജൻ പോകും. സോ ഇവിടുന്നോ പോവാം, ഇവിടുന്നോ പോവാം. അപ്പോൾ നമുക്ക് സിമ്പിൾ ഐഡിയ വെച്ച് പറയുകയാണെങ്കിൽ എവിടെയാണ് ഹൈഡ്രജൻ കുറവ്? ഇവിടെ CH2, ഇവിടെ CH3. അപ്പോൾ ഇവിടുന്ന് പോകും. സിംപിളി പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ കുറവുള്ളിടത്തുനിന്ന് പോകുന്നതാണ് മേജർ പ്രോഡക്റ്റ്. അങ്ങനെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? CH3 എന്ന് വരും. ഓക്കെ, ദെൻ CH2 എന്ന് വരും. ഓക്കെ, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ അവിടെ CH എന്ന് വരും. ഓക്കെ, ദെൻ തൊട്ടപ്പുറത്തെ CH എന്നൊരു BR പോയാൽ ആൽഫയിൽ നിന്നും ബീറ്റയിൽ നിന്നും ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ പകരം ഡബിൾ ബോണ്ട് വരും. സോ ഡബിൾ ബോണ്ട് CH3. ഇതാണ് ഇതിൻ്റെ മേജർ പ്രോഡക്റ്റ്. സോ ഇങ്ങനെയായിരിക്കും മേജർ പ്രോഡക്റ്റ്. ഇതാണ് മൈനർ പ്രോഡക്റ്റ്. വരുമ്പോൾ ഇവിടുന്നും കൂടെ ഹൈഡ്രജൻ പോകും, ഇവിടുന്ന് പോകും, ഇവിടുന്ന് BR പോകും, ഇവിടുന്ന് ഹൈഡ്രജൻ പോകുന്നതായിരിക്കും മൈനർ പ്രോഡക്റ്റ്. സോ മേജർ പ്രോഡക്റ്റ് ഇതാണെന്ന് പറയുന്ന റൂൾ ഏതാണ്? അതാണ് സെയ്റ്റ്സഫ് റൂൾ. അത് നിങ്ങൾക്കറിയാം, സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ ശരിക്കും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് ഉള്ള കാർബണിനെ കണ്ടാവും. ആ ഡബിൾ ബോണ്ടഡ് ഉള്ള കാർബണിൽ അപ്പുറത്തേക്കൊരു കാർബണുണ്ട്, ഒരു ഗ്രൂപ്പും ഉണ്ട്, ഇപ്പുറത്തേക്കൊരു ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, ഡബിൾ ബോണ്ടുള്ള കാർബണിൽ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ ഡബിൾ ബോണ്ടഡ് കാർബണിൽ 2 ബ്രാഞ്ച് വരുന്നു. സോ കൂടുതൽ ബ്രാഞ്ച് ഉള്ള ആളായിരിക്കും മേജർ പ്രൊഡക്റ്റ്. ഡബിൾ ബോണ്ടഡ് കാർബണിൽ കൂടുതൽ ബ്രാഞ്ച് ഉള്ള ആളായിരിക്കും മേജർ പ്രൊഡക്റ്റ് എന്നതാണ് സെയ്റ്റ്സഫ് റൂൾ പറയുന്നത്. സിമ്പിളായിട്ട് ഐഡിയ പറഞ്ഞത് എന്താണ്? എവിടെയാണ് ഹൈഡ്രജൻ കുറവ് നോക്കുക, അവിടുന്ന് പോയാൽ മതി. അത് എല്ലായിടത്തും അപ്ലിക്കബിൾ അല്ല, പക്ഷേ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനത്തെ ആയിരിക്കും. സോ ഹൈഡ്രജൻ കുറവുള്ളിടത്തുനിന്നും ഹൈഡ്രജൻ പോയി. CH2 CH3 ഹൈഡ്രജൻ കുറവുള്ള CH2 ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് BR പോയി. ഇതാണ് സെയ്റ്റ്സഫ് റൂൾ. അപ്പോൾ സെയ്റ്റ്സഫ് റൂൾ എന്താ എന്നൊന്ന് സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചേക്കണേ മക്കളെ. എന്താണ് സെയ്റ്റ്സഫ് റൂൾ? ഇൻ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ, ഹൈഡ്രജനെയും ഹാലജനെയും റിമൂവ് ചെയ്യുന്ന റിയാക്ഷനുകളിൽ ദ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ will be the major product. More substituted alkene. ആൽക്കീനിൽ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബൺ അല്ല, ആ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഏറ്റവും കൂടുതൽ പിന്നെ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതിലാണോ അതായിരിക്കും മേജർ പ്രൊഡക്റ്റ്. മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ് എന്ന് സിംപിളി പറയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കണം. അതും ഹാലോ ആൽക്കെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. സാധാരണ സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാലോ അറീൻസ് ആർ ലെസ് റിയാക്റ്റീവ് ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. എന്തുകൊണ്ടാണ് ഹാലോ അറീൻസ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനോട് ലെസ് റിയാക്റ്റീവ് ആവുന്നത്? ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് ഹാലോ അറീൻ. ഈ ബെൻസീൻ തമ്മിൽ ഒരു ഹാലജൻ വരിക. ഇങ്ങനെ വരുന്ന ആളുകൾ ലെസ് റിയാക്റ്റീവ് ആണ്. എന്താണ് കാരണം? നമ്മൾ ട്രിക്ക് വെച്ച് പഠിച്ച 4 കാരണങ്ങളുണ്ട്. ഒന്ന്, ഡബിൾ ബെൻസീനുമലായതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമുക്ക് എപ്പോഴും പറയാവുന്ന ഒരു ഐഡിയ ആണ് റെസൊണൻസ് എഫക്ട്. ബെൻസീൻ റിംഗിൻ്റെ നിങ്ങൾ ഓർമ്മയിൽ വരുന്ന ആളാണല്ലോ റെസൊണൻസ് എഫക്ട്. രണ്ടാമത്തത് ഹൈബ്രിഡൈസേഷൻ ആണ്.
ഹൈബ്രിഡൈസേഷൻ. അറൈൽ ഹാലൈഡിൽ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 ആകുമ്പോൾ ഹാലജനോടുള്ള ഇഷ്ടം കൂടും, അപ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യൂല, ഹാലജനെ മുറുകെ പിടിക്കും. സോ ഹൈബ്രിഡൈസേഷൻ ആണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം ഈ ഫിനൈൽ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി കുറവാണ്. ഹാലജൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെൻസീൻ ഉണ്ടല്ലോ, അതുമ്മ പ്ലസ് വരും. ഹാലജൻ പോയി കഴിഞ്ഞാൽ ഈ ഹാലജൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ബെൻസീൻ മേൽ പ്ലസ് ചാർജ് വരും. ആ പ്ലസ് ചാർജുള്ള ആളെയാണ് നമ്മൾ ഫിനൈൽ കാറ്റയോൺ എന്ന് വിളിക്കുക. അതിന് സ്റ്റെബിലിറ്റി ഇല്ല. സോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഫിനൈൽ കാറ്റയോൺ ഉണ്ടാവും. നാലാമത്തത് റിപ്പൾഷൻ. ആരൊക്കെ തമ്മിലുള്ള റിപ്പൾഷൻ? ഈ ബെൻസീൻ റിങ്ങിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഹാലജൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ചുറ്റും നെഗറ്റീവ് ചാർജുകൾ ഉണ്ടാവും. ഇപ്പോൾ ഇതിലേക്ക് റിയാക്ട് ചെയ്യാൻ വരുന്നത് ആരാ? ന്യൂക്ലിയോഫൈലാണ്. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ ന്യൂക്ലിയോഫൈലാണ് വരുന്നത്. ന്യൂക്ലിയോഫൈലിൻ്റെയും ചാർജ് നെഗറ്റീവ്. സോ ഇവിടെയുള്ള ചാർജ് നെഗറ്റീവ്, വരുന്ന ന്യൂക്ലിയോഫൈലിനും നെഗറ്റീവ്. ആകെ റിപ്പൾഷൻ ആയിരിക്കും അവിടെ എന്നുള്ളതാണ് ആൻസർ. സോ 4 ആൻസറുകൾ മറക്കണ്ട. ഹാലോ അറീൻസ് ലെസ് റിയാക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസനൻസ് എഫക്റ്റ്, ഹൈബ്രിഡൈസേഷൻ, ലെസ് സ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ ആൻഡ് റിപ്പൾഷൻ. ദെൻ ഒരു വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് 1 മാർക്കിനോ 2 മാർക്സിലൊക്കെ ഇങ്ങനെ കുറച്ചും കൂടെ ഒന്ന് ലോജിക്കലി ഡയറക്റ്റ് ചോദിക്കാണ്ട് ഇൻഡയറക്റ്റ് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് ഹാലോജൻ കോമ്പൗണ്ട്സ് വിച്ച് വുഡ് അണ്ടർഗോ SN2 റിയാക്ഷൻ ഫാസ്റ്റർ. താഴെ പറയുന്നതിൽ ഏതാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് പോകുക എന്നുള്ളതാണ്. ഈ കോമ്പൗണ്ടാണോ ഫാസ്റ്റർ ആയിട്ട് പോകുക? നോക്കിയേ മക്കളെ, ഇവിടെ ക്ലോറിൻ നിൽക്കുന്നത് sp2 ആണ്, ഇവിടെ ക്ലോറിൻ നിൽക്കുന്നത് ഇവിടെ ക്ലോറിൻ നിൽക്കുന്നത് ഈ കാർബണിലാണ്. sp2 ഒന്നും എഴുതണ്ട, പ്രൈമറി ആണോ സെക്കൻഡറി ആണോ നോക്കാൻ മതി. സോ മക്കളെ, ഈ ക്ലോറിൻ നിൽക്കുന്ന കാർബൺ അത് സെക്കൻഡറിയാണ്. കാരണം ഈ കാർബണിൽ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഈ കാർബണിൽ നിന്ന് ഇങ്ങോട്ടും പോകുന്നുണ്ട്. എന്നാൽ ഈ ക്ലോറിൻ നിൽക്കുന്ന കാർബണിൽ നിന്ന് ഒറ്റ കാർബണിലേക്കേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് പ്രൈമറിയാണ്. സോ മക്കളെ, SN2 റിയാക്ഷൻ ഏതിലാണ് ഫാസ്റ്റർ എന്ന് വെച്ചാൽ SN2 റിയാക്ഷൻ പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ ഫാസ്റ്റർ? SN1 ആയിരുന്നെങ്കിൽ തേർഷറിയിലാണ് ഫാസ്റ്റർ. SN2 ആണെങ്കിൽ ഫാസ്റ്റർ ഏതിലാണ്? പ്രൈമറിയിലാണ്. കാരണം അവിടെ സ്റ്റെറിക് ഇൻഫ്ലുവൻസ് കുറയും. പ്രൈമറി, സെക്കൻഡറി, തേർഷറി. സോ ദ ആൻസർ ഈസ് ഫസ്റ്റ്. ദെൻ ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ട് 1 2 3 4. അപ്പോൾ അയഡോ ബ്യൂട്ടൈൻ ആണിത്. ഇതെന്താണ്? ഇതും ക്ലോറോ ബ്യൂട്ടൈൻ ആണ്. ഇത് ക്ലോറോ ബ്യൂട്ടൈൻ, ഇത് അയഡോ ബ്യൂട്ടൈൻ. ഏതിനാണ് SN2 റിയാക്ഷൻ ഫാസ്റ്റർ? ഇത് SN2 ആയിക്കോട്ടെ SN1 ആയിക്കോട്ടെ, പെട്ടെന്ന് ബോണ്ട് പൊട്ടിക്കാൻ കഴിയുക അയോഡിനാണ്. സോ ദ ആൻസർ ഈസ് അയഡോ ബ്യൂട്ടൈൻ. സോ പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കഴിയുക അയോഡിനാണ് ക്ലോറിനേക്കാൾ. ബെറ്റർ ലീവിങ് ഗ്രൂപ്പാണ് അയഡിൻ. മൈൻഡിൽ സെറ്റാക്കേണ്ടത് ബെറ്റർ ലീവിങ് ഗ്രൂപ്പാണ് അയഡിൻ. അത് SN2 ആയിക്കോട്ടെ SN1 ആയിക്കോട്ടെ. ആ ക്വസ്റ്റ്യൻ SN2 ആയാലും SN1 ആയാലും അയഡിൻ തന്നെയായിരിക്കും ആൻസർ വരിക. റെഡി മക്കളെ? ദെൻ നമ്മൾ ആൽക്കഹോൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന ഒരാളാണ് ആസ്പിരിൻ. ഇതൊന്നും മറക്കരുത്. ആസ്പിരിൻ, ഗിവ് ദ പ്രിപ്പറേഷൻ മെത്തേഡ് ഓഫ് ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. ആദ്യം എന്താണെടോ മക്കളെ ആസ്പിരിൻ എന്ന് പറഞ്ഞാൽ? ആസ്പിരിൻ ഉണ്ടാക്കാൻ എടുക്കുന്ന ആളാണ് ആര്? സാലിസിലിക് ആസിഡ്. ഒരു ഭാഗത്ത് OH-ഉം അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ COOH-ഉം വരിക. ഇതാണ് സാലിസിലിക് ആസിഡ്. അതൊരിക്കലും മറക്കല്ലേ, എക്സാമുകളൊന്നും മറക്കല്ലേ. ബെൻസീനുമേൽ തൊട്ടടുത്ത പൊസിഷനുകളിൽ OH-ഉം COOH-ഉം വരുന്നതാണ് ആര്? സാലിസിലിക് ആസിഡ്. ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഇതാണ് സാലിസിലിക് ആസിഡ്. ഓക്കെ, ഈ സാലിസിലിക് ആസിഡിലേക്ക് നമ്മൾ അസൈലേഷൻ നടത്തുന്നു. അസൈലേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു അസൈൽ ക്ലോറൈഡ് ചേർക്കുക. ഒരു അസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ആൻഹൈഡ്രൈഡ് ചേർക്കാം, അല്ലെങ്കിൽ CH3COCl ചേർക്കാം. CH3CO ട്വൈസ്, ഇതാണ് ആൻഹൈഡ്രൈഡ്. എപ്പോഴും RCO ട്വൈസ് എന്ന് പറയുന്നതാണ് ആൻഹൈഡ്രൈഡ്. RCO ട്വൈസ് O. സോ ആൻഹൈഡ്രൈഡ് ചേർക്കുന്നു. ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ അസൈലേഷൻ നടത്താൻ വേണ്ടി ആൻഹൈഡ്രൈഡിനെ ചേർക്കുന്നു. സോ ആൻഹൈഡ്രൈഡ് ചേർക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക എന്നറിയോ? അസൈലേഷൻ നടക്കുമ്പോൾ ഈ OH ഉണ്ടല്ലോ, COH-നേക്കാൾ OH ഉണ്ടല്ലോ, ആ OH തൻ്റെ കയ്യിലുള്ള H-നെ വിട്ടുകൊടുക്കും. കാരണം അസൈലേഷൻ നടത്തുമ്പോൾ RCO ഗ്രൂപ്പിനെ ചേർക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അല്ല H-നെ വിട്ടുകൊടുക്കുക, OH ആണ് H-നെ വിട്ടുകൊടുക്കുക. ഏത് ഗ്രൂപ്പ്? RCO ഗ്രൂപ്പിനെ ചേർക്കുമ്പോൾ, RCO ഗ്രൂപ്പിനെ ഒരു കോമ്പൗണ്ടിലേക്ക് ചേർക്കുമ്പോൾ അവിടുത്തെ COOH H-നെ വിട്ടുകൊടുക്കില്ല, OH ആണ് H-നെ വിട്ടുകൊടുക്കുക. അങ്ങനെ ആ H-നെ വിട്ടുകൊടുക്കുകയും, അതാണല്ലോ അസിഡിറ്റി, H-നെ വിട്ടുകൊടുക്കുന്നതാണ് അസിഡിറ്റി. ബാക്കിയുള്ള CH3CO ഇങ്ങോട്ട് കയറുകയും ചെയ്യും. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ്? ഈ OH എന്നുള്ളത് എന്താവും? OCOCH3 എന്നാവും, അഥവാ OCOCH3 എന്നാവും. നമ്മൾ ഓർത്ത് വെക്കാൻ പഠിച്ചത് OCOCH3. OH ഉള്ളത് എന്തായി? OCOCH3. ഇവിടെ അത് തന്നെ COOH. ഇതിനെയാണെടോ മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആസ്പിരിൻ എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ആസ്പിരിൻ എന്ന് വിളിക്കുന്നത്. സോ മക്കളെ മറക്കല്ലേ, ആസ്പിരിൻ എന്ന് പറയുന്ന ഒരു പിന്നെന്താണ് പറയുക, ഒരു
ടാബ്ലറ്റാണ്, ഒരു മെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. മീൻസ് നമ്മൾ ഈ എന്താണ് വേദനയ്ക്ക് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഹാർട്ട് അറ്റാക്കൊക്കെ ഉള്ള പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നാണ് ആസ്പിരിൻ എന്ന് പറയുന്ന മെഡിസിനാണ്. സോ മക്കളെ ആസ്പിരിൻ മറക്കണ്ട. സാലിസിലിക് ആസിഡും ആസ്പിരിൻ തമ്മിലുള്ള ബന്ധം, സാലിസിലിക് ആസിഡിൻ്റെത് OH ആണെങ്കിൽ ആസ്പിരിൻ്റെത് OCH3 ആണ്, മറക്കല്ലേ. ദെൻ ഹൗ വിൽ യു പ്രിപ്പയർ tertiary butyl ether by വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എന്താണെന്നല്ല ചോദിച്ചത്, ചിലപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഈസി ആയിട്ട് എഴുതുമായിരുന്നു. ചോദ്യം വില്യംസൺ സിന്തസിസ് എങ്ങനെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. വില്യംസൺ സിന്തസിസിലൂടെ നിങ്ങൾക്ക് എങ്ങനെ tertiary butyl ether പ്രിപ്പയർ ചെയ്യാം. tertiary butyl ether പ്രിപ്പയർ ചെയ്യണം. ഓർത്ത് വെക്കണേ, tertiary butyl ether ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. tertiary butyl ether നോക്കാം. tertiary butyl ether ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കിട്ടുന്ന കോമ്പൗണ്ടിൽ tertiary ഉണ്ടാവണം. സോ നിങ്ങൾക്കറിയാം വില്യംസൺ സിന്തസിസ് എന്ന് പറഞ്ഞാൽ റോണ RX റോണ, നിങ്ങൾക്കറിയാം റൊണാൾഡോ RX കയറി റോർ ഉണ്ടായിരുന്നു. സോ റൊണാൾഡോ എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യൻ RXൽ കയറി റോണ RX റോർ അല്ലേ, നിങ്ങളുടെ മൈൻഡിൽ മറക്കാതെ ഉണ്ട്. ഇതിൽ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ച സംഗതി ഉണ്ട്, RX നിർബന്ധമായിട്ടും പ്രൈമറി ആയിരിക്കണം. സോ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് tertiary ആവണമെങ്കിൽ അപ്പോൾ സ്വാഭാവികമായിട്ട് റോണനെ tertiary ആക്കണം. സോ റോണ നമ്മൾ tertiary ആക്കുന്നു. CH3 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 ON. tertiary ആക്കാൻ ഈസി അല്ലേ, ഒരു കാർബൺ ഉണ്ട്, ചുറ്റും 3 CH3 tertiary ആയി. സോ tertiary കോമ്പൗണ്ടിലേക്ക് നിങ്ങൾ പ്രൈമറി ആയ RX ചേർക്കുന്നു, CH3Br CH3Cl ചേർക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ BRും എന്നെ ഇവിടുന്ന് പോകും. എന്നിട്ട് ഈ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ ബാക്കിലൂടെ ഇയാളെ ചെന്ന് അറ്റാക്ക് ചെയ്യും. അതാണല്ലോ ബാക്കിലൂടെ അറ്റാക്ക് ചെയ്യുന്നതാണല്ലോ SN2. വില്യംസൺ സിന്തസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത SN2 റിയാക്ഷൻ ആണ്. ഒരാൾക്ക് പോയി മറ്റൊരാൾ വരുന്നതാണല്ലോ SN റിയാക്ഷൻ. SN2 എന്നാകുമ്പോൾ ബാക്കിലൂടെ ചെന്ന് അറ്റാക്ക് ചെയ്യലാണ്. സോ ഈ ഓക്സിജൻ ചെന്ന് ബാക്കിലൂടെ ഈ CH3 അറ്റാക്ക് ചെയ്യും. സ്വാഭാവികമായിട്ടും BR അവിടുന്ന് പൊട്ടിപ്പോവും. BR ആരുടെ കൂടെ പോകും? എൻ്റെ കൂടെ പോകും. സോ ദ ആൻസർ ഈസ് CH3 CCH3 CH3O. ആ O ഈ CH3 ചെന്ന് അറ്റാക്ക് ചെയ്യും, OCH3. ഇതിനെയാണോ നമ്മൾ tertiary butyl ether എന്ന് വിളിക്കുക. കാരണം എന്താ, ഇത് ഈതർ ഗ്രൂപ്പാണ്. tertiary കാർബണുകളുടെ 1 2 3 tertiary ബ്യൂട്ടൈലാണ്. 1 2 3 4 കാർബൺ tertiary ആണ്. അപ്പോൾ tertiary butyl ether. സിമ്പിൾ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ മറക്കല്ലേ, തെറ്റിക്കല്ലേ. വില്യം സിന്തസിസ് എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ പോരാ, ഇങ്ങനെ കൂടെ നിങ്ങളത് പഠിക്കണം കേട്ടോ. ദെൻ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, അറേഞ്ച് ചെയ്യാനോ അതിന് സെലക്ട് ചെയ്യാനോ ഒക്കെ. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അസിഡിക് സ്ട്രെങ്ത്. അപ്പോൾ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു മെയിൻ പോയിന്റ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചോ, ഇതാ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രൂപ്പ് EWG ഗ്രൂപ്പ് ആണെങ്കിൽ, ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിൽ, ആരൊക്കെയാണ് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ്? NO2 എന്ന് പറയുന്ന ഒരാൾ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആണ്. ഫ്ലൂറിൻ ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ Cl ഒരു ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പാണ്. ഇങ്ങനെയുള്ള ആളുകൾ, ഇലക്ട്രോൺ ഇഷ്ടമുള്ള ആളുകൾ, അവരാണല്ലോ ഇലക്ട്രോണിനെ വലിച്ചെടുക്കുക. സോ നമുക്ക് തന്നെ അറിയാം, ഫോൺ കോൾ എന്നുള്ള ട്രിക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഫോൺ കോൾ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, ക്ലോറിൻ ഒക്കെ ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ. സോ ഇലക്ട്രോണിനെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും. അങ്ങനെ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുമ്പോൾ അസിഡിറ്റി കുറയുകയാണ് ചെയ്യുക. സോ ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റി കൂടുകയാണ് ചെയ്യുക. അസിഡിറ്റി കുറയല്ല, കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് H പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അങ്ങനെ അസിഡിറ്റി കൂടുകയും ചെയ്യും. ഈ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. നേരെ ഓപ്പോസിറ്റാണ് മറ്റേത്. ഏത് ERG ആണ് വരുന്നതെങ്കിൽ, അഥവാ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്, EDG എന്നൊക്കെ പറയും. അവരാണ് വരുന്നതെങ്കിൽ ആ ERGക്ക് എക്സാമ്പിൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. CH3 CH3 CH2 CH3 CH2 CH2 ഇങ്ങനത്തെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ്. ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ അവിടെ അസിഡിറ്റി കുറയാണ് ചെയ്യുക. ഈ ഒരു ഐഡിയ ആണ് ആദ്യം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത്. ഇനി ഞാൻ പറയുന്ന പോയിന്റിലേക്ക് ശ്രദ്ധിക്കടാ. പ്രൊപ്പൻ 1-ol 2,4,6 ട്രൈനൈട്രോഫീനോൾ 3-നൈട്രോഫീനോൾ 3,5 ഡൈനൈട്രോഫീനോൾ ഫീനോൾ 4-മീഥൈൽ ഫീനോൾ. ഇതിൽ പ്രൊപ്പനോളിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പും ഇല്ല. EWG ഇല്ല, ERG ഇല്ല. സോ ഞാൻ ഇതിന് ഓരോന്നിന് A എന്നും B എന്നും C എന്നും D എന്നും E എന്നും F എന്നും കൊടുക്കാം. എൻ്റെ മക്കൾ ആലോചിച്ച് ബാക്കിയുള്ളവരൊക്കെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. ഇതാ NO2 ഗ്രൂപ്പ്. അപ്പോൾ NO2 ഗ്രൂപ്പ് വരുമ്പോൾ അസിഡിറ്റി കൂടും. ഇതിലുണ്ട് NO2, ഇതിലുണ്ട് NO2, ഇതിൽ NO2 ഇല്ല, ഇതിൽ പ്രത്യേകിച്ച് ആരുമില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 4-മീഥൈൽ ഫിനോൾ, ഇതിൽ മീഥൈൽ ഫിനോൾ ഉണ്ട്. മീഥൈൽ ഫിനോൾ ആരാ? ERG ആണ്. മീഥൈൽ ഫിനോൾ ആരാ? ERG ആണ്. സോ ERG വരുമ്പോൾ അസിഡിറ്റി കുറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഏറ്റവും കുറവ് അസിഡിറ്റി Fനാണ്. ഏറ്റവും കുറവ് അസിഡിറ്റി Fനാണ്. അത് കഴിഞ്ഞാൽ ആൽക്കഹോളിനാണോ ആൽക്കഹോളും ഫീനോളും ഇല്ലേ? പ്രൊപ്പൻ 1-ol ഇല്ലേ? ഏറ്റവും കുറവ് അസിഡിറ്റി പ്രൊപ്പനോളിനാണ്, Aക്കാണ്. കാരണം ആൽക്കഹോളാണ്. ആൽക്കഹോളിനാണോ ഫീനോളിനാണോ അസിഡിറ്റി കൂടുതൽ? ഫീനോളിനാണ് അസിഡിറ്റി കൂടുതൽ. ഓക്കെ, ആൽക്കഹോളിനാണ് ഏറ്റവും കുറവ് അസിഡിറ്റി. അത് കഴിഞ്ഞാൽ
ഫീനോളിൽ ഏറ്റവും കുറവ് അസിഡിറ്റി ആരാ? 4-മീഥൈൽ ഫീനോൾ. അതിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് 4-മീഥൈൽ ഫീനോൾ. അപ്പോൾ എഫിനാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ അടുത്ത കൂടുതൽ ആർക്കാണ്? കുറച്ച് കൂടുതൽ ഫീനോളിന് വരും. ഫീനോളിന്. ഇനി നൈട്രോ ഗ്രൂപ്പ് വന്നവർക്ക് കൂടും. അതിൻ്റെ പ്രത്യേകത എന്താ? ഒന്നിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ഉള്ളൂ, ഒന്നിൽ 2 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്, ഡൈ നൈട്രോ. ഒന്നിൽ 3 നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് കൂടുന്നതോറും അസിഡിറ്റി കൂടും. സോ നെക്സ്റ്റ് വരുന്നത് ഇ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സി ആയിരിക്കും. സി കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡി ആയിരിക്കും. ഏറ്റവും കൂടുതൽ അസിഡിറ്റി നമുക്ക് വരുന്നത് ബിക്കാണ്. ക്ലിയർ? അപ്പോൾ അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ആ പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അതിൽ കൺഫ്യൂഷൻ ഇല്ലെന്ന് സാറ് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ ഡയറക്റ്റും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ചോദ്യം. കംപ്ലീറ്റ് ആൻഡ് നെയിം ദ റിയാക്ഷൻ. ആൾഡിഹൈഡ്സ് എന്ന ചാപ്റ്ററിലെ റിയാക്ഷൻ. ബെൻസാൾഡിഹൈഡ് കണ്ടോ, ആൾഡിഹൈഡും ഉണ്ട്, അസറ്റോഫീനോൺ കീറ്റോണും ഉണ്ട്. ആൾഡിഹൈഡും കീറ്റോണും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു ഡൈല്യൂട്ട് NaOHൻ്റെ പ്രസൻസിൽ. ഡൈല്യൂട്ട് ബേസ് ചേർത്തിട്ട് ചൂടാക്കുന്നുണ്ടേ. ഡൈല്യൂട്ട് ബേസ് ചേർത്ത് ചൂടാക്കിയാൽ ആൾഡിഹൈഡിനെയും കീറ്റോണിനെയും ഡൈല്യൂട്ട് ബേസ് ചേർത്ത് ചൂടാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾഡോൾ കണ്ടൻസേഷൻ. ആ ഐഡിയ ഓർമ്മയിലില്ലെങ്കിൽ എഴുതി വെച്ചോളൂ. എന്താണ് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ? 2 ആൾഡിഹൈഡുകൾ തമ്മിലോ, ഇത് ക്രോസ് ആൾഡോളാണ് കേട്ടോ, ജനറലി ആൾഡോളാണ്. 2 ആൾഡിഹൈഡുകൾ തമ്മിലോ, 2 കീറ്റോണുകൾ തമ്മിലോ, ഒരു ആൾഡിഹൈഡും കീറ്റോണും തമ്മിലോ നടക്കുന്നതിന് ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് പറയാം. സോ ഇത് രണ്ടും ഒരേ ആൾഡിഹൈഡ് ആണെങ്കിൽ സെൽഫ് ആൾഡോൾ ആയിരിക്കും. ഒരു ആൾഡിഹൈഡും ഒന്ന് വേറെ ഏതൊരു കോമ്പൗണ്ടും ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ആൾഡിഹൈഡ്, ഇത് മറ്റൊരു ആൾഡിഹൈഡ്, അങ്ങനെയാണെങ്കിൽ അത് ക്രോസ് ആൾഡോളാണ്. ഇതും ക്രോസ് ആൾഡോളാണ്. കാരണം ഒന്ന് ആൾഡിഹൈഡ് ആണ്, ഒന്ന് കീറ്റോൺ ആണ്. ഒരു ആൾഡിഹൈഡ് ഒരു കീറ്റോൺ ആകുമ്പോൾ അത് ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ. ഞാൻ സിംപ്ലി ആൾഡോൾ കണ്ടൻസേഷൻ എന്ന് വിളിക്കാം. സോ മക്കളെ, ഇവിടെ നമ്മൾ എക്സാമ്പിൾ എടുത്തത് ക്രോസ് ആൾഡോൾ ആണ്. എനിവേ ആൾഡോൾ ആയാലും ക്രോസ് ആൾഡോൾ ആയാലും മെക്കാനിസം സെയിം ആണ്. വ്യത്യാസം എന്താണ്? ഒന്നിൽ ആൾഡോൾ ആണെങ്കിൽ ഒരാൾ അയാളോട് തന്നെ റിയാക്ട് ചെയ്യുന്നു. ക്രോസ് ആൾഡോൾ ആണെങ്കിൽ ഒരാൾ മറ്റൊരാളോട് റിയാക്ട് ചെയ്യുന്നു. ആ മറ്റാൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൾഡിഹൈഡുകളായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആൾഡിഹൈഡ് ഒരു കീറ്റോൺ ആയിരിക്കണം. സോ ആരാണ് ബെൻസാൾഡിഹൈഡ്? ബെൻസാൾഡിഹൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബെൻസാൾഡിഹൈഡ്. ആരാണ് അസറ്റോഫീനോൺ? അസറ്റോഫീനോൺ എന്ന് പറഞ്ഞാൽ COCH, ഇതാണ് അസറ്റോഫീനോൺ. എന്താ അതിൻ്റെ ആൻസർ കിട്ടുക? ഇതിലേക്ക് ഡൈല്യൂട്ട് ബേസ് ചേർത്ത്, അഥവാ NaOH ചേർത്ത് ചൂടാക്കിയാൽ എന്തായിരിക്കും ആൻസർ കിട്ടുക? സിമ്പിൾ ഹമ്പിൾ. നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? നിങ്ങൾക്ക് ആൾഡോൾ കണ്ടൻസേഷനോ ക്രോസ് ആൾഡോൾ കണ്ടൻസേഷനോ നടത്തണമെങ്കിൽ ആൽഫ ഹൈഡ്രജൻ വേണം. സോ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇവിടുന്ന് ആൽഫ ഹൈഡ്രജൻ പോകൂല. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. കാരണം എന്താ? ഈ കാർബൺ ആണ് നമ്മുടെ മെയിൻ കാർബൺ. ആ മെയിൻ കാർബണിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ആണല്ലോ ആൽഫ കാർബൺ. ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബൺ ആണല്ലോ ആൽഫ കാർബൺ. സോ ഇതാണ് ആൽഫ കാർബൺ, ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെയോ? ഇവിടെ ഇതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ കാർബൺ, ഇതാണ് ആൽഫ കാർബൺ. ഈ ആൽഫ കാർബൺ ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ അവിടെ ഇല്ല. സോ നോ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുന്ന് പോകില്ല, ഇവിടുന്നാണ് ഹൈഡ്രജൻ പോവുക. എത്ര ഹൈഡ്രജൻ പോകും? അവിടുന്ന് 2 ഹൈഡ്രജൻ പോകും. അപ്പോൾ CH3 2 ഹൈഡ്രജൻ പോയാൽ അത് CH ആവും. ഇവിടുന്ന് ഓക്സിജനും പോകും. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതിന് ഓക്സിജനും പോകും. സോ ഇവിടുന്ന് ഓക്സിജനും പോകും, അപ്പുറത്തുനിന്ന് 2 ഹൈഡ്രജൻ പോയി, അഥവാ H2O പോയി. ചൂടാക്കിയപ്പോൾ അവിടുന്ന് H2O പോയി. അപ്പോൾ എന്താ പ്രൊഡക്റ്റ് വരിക? വെരി സിമ്പിൾ. ഇതങ്ങനെ തന്നെ എഴുതണം. CHO എന്നുള്ളത് CH എന്ന് എഴുതിയാൽ മതി. O പോയി. ഇനി അപ്പുറത്തുനിന്ന് 2 H പോയി, ഇവിടെ ബാക്കി ആരാ? CH. ഈ CH ആണ് ഇങ്ങോട്ട് എഴുതേണ്ടത്, കാരണം ഇവിടുന്നാണ് പോയത്. അപ്പോൾ ഡബിൾ ബോണ്ട് CH എന്ന് വരും. ദെൻ ഈ CH ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ആരാ? CO അഥവാ OC. കാരണം C ആണ് ഇവിടെ ബെൻസീനിലേക്ക് ബോണ്ട്. സോ C നിന്ന് ബെൻസീനിലേക്ക് ബോണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഐഡിയ ആണ്. ക്രോസ് ആൾഡോൾ ആയാലും ആൾഡോൾ ആയാലും ഒന്നിൽ നിന്ന് ഓക്സിജനെയും കളയുക, മറ്റേതിൽ നിന്ന് 2 Hനെയും കളയുക കഴിയും. അപ്പോൾ Hനെ കളയണമെങ്കിൽ നിർബന്ധമായിട്ട് അവിടെ ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഫ ഹൈഡ്രജൻ ഉള്ളതെന്ന് 2 Hനെയും കളയുക, മറ്റേതിൽ നിന്ന് ഓക്സിജനെയും കളയുക. ഇതാണ് മക്കളെ ക്രോസ് ആൾഡോൾ. ഇതാണ് ഈ റിയാക്ഷൻ ആൻസർ. അങ്ങനെയാണെങ്കിൽ 2HCHO പ്ലസ് കോൺസെൻട്രേറ്റഡ് KOH. കോൺസെൻട്രേറ്റഡ് KOHൻ്റെ പ്രസൻസ് 2 സെയിം ആൾഡിഹൈഡുകൾ തമ്മിൽ റിയാക്ട് ചെയ്യും. ആൾഡോൾ കണ്ടൻസേഷൻ്റെയും ക്രോസ് ആൾഡോൾ കണ്ടൻസേഷൻ്റെയും പ്രത്യേകത, ഒരാൾഡിഹൈഡ് മറ്റൊരാൾഡിഹൈഡിനോട് റിയാക്ട് ചെയ്യുന്നു. ആ ഒരാൾഡിഹൈഡ് ഒരു ആൾഡിഹൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. പക്ഷേ ആ 2 ആൾഡിഹൈഡും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് എഥനാലും അതിൻ്റെ കൂടെ ഉള്ളത് പ്രൊപ്പനാലും ആയിരിക്കും. ഒന്ന് പ്രൊപ്പനാലും ഒന്ന് ബ്യൂട്ടനാലും ആയിരിക്കും. അങ്ങനെയായിരിക്കും. അതാണ് ക്രോസ് ആൾഡോൾ. പക്ഷേ ഇത് കാനിസാരോ റിയാക്ഷനാണ്. എന്താണ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൾഡിഹൈഡ് അതേ ആൾഡിഹൈഡിനോട് റിയാക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ സെയിം ഒരാൾഡിഹൈഡ് അയാളോട് തന്നെ റിയാക്ട് ചെയ്യുന്നു പറഞ്ഞോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെയാണ് തീർത്തണേ, പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഇവിടെ വ്യത്യസ്ത ആൾഡിഹൈഡുകളോ വ്യത്യസ്ത കീറ്റോണുകളോ ഒരു ആൾഡിഹൈഡ് ഒരു കീറ്റോൺ തമ്മിലാണ് റിയാക്ഷൻ എങ്കിൽ ഇവിടെ രണ്ടും സെയിം ആയിരിക്കും. പക്ഷേ പ്രത്യേകത ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവില്ല.
ഇവിടുന്ന് പോയ പോലെ പോകാൻ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? 2 HCHO കോൺസെൻട്രേറ്റഡ് ബേസിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്താൽ 2 HCHO എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? 2 HCHO എടുക്കാനുള്ള കാരണം എന്താ അറിയോ? 2 HCHO പറയുമ്പോൾ അതിൽ ആകെ കാർബണുള്ളൂ, ആൽഫ കാർബൺ തന്നെയല്ല, അപ്പോൾ ആൽഫ ഹൈഡ്രജനും ഇല്ല. അപ്പോൾ 2 സെയിം ആൾഡിഹൈഡുകൾ, അഥവാ ഞാൻ 2 HCHO 2 ആക്കി എഴുതുകയാണ്, HCHO + HCHO. മക്കൾ ഇതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. കാനിസാരോ റിയാക്ഷനിൽ നിങ്ങൾ എടുക്കുന്ന 2 ആൾഡിഹൈഡുകളിൽ നിങ്ങൾ എടുക്കുന്ന ആൾഡിഹൈഡിൽ ഒരാൾ കുറച്ച് ഭാഗം റിഡക്ഷനും പങ്കെടുക്കും, കുറച്ച് ഭാഗം ഓക്സിഡേഷനും പങ്കെടുക്കും. സോ റിഡക്ഷന് പങ്കെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൾഡിഹൈഡാണ്. ആൾഡിഹൈഡിന് റിഡക്ഷൻ നടക്കുമ്പോൾ ആൽക്കഹോൾ ആവണം. എങ്ങനെ ഇത് ആൽക്കഹോൾ ആവുക? ഈ ഓക്സിജൻ്റെ കൂടെ ഒരു H വന്നാൽ മതി, OH എന്നാവും. കാർബണിൻ്റെ കൂടെ ഒരു H കൂടി വരണം, അപ്പോൾ HCH2OH അഥവാ CH3OH എന്നാവും. സോ ആദ്യത്തെ ആൾക്ക് റിഡക്ഷൻ നടന്നിട്ട് ആൽക്കഹോളായി. രണ്ടാമത്തെ ആൾക്ക് ഓക്സിഡേഷൻ നടക്കും. എങ്ങനെ ഓക്സിഡേഷൻ നടക്കുക? ഇവിടെ ആൾഡിഹൈഡ് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡ് ആവണം. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ 2 O വരണം. അപ്പോൾ ഇവിടുന്ന് H പോയി ഇവിടുന്ന് O വരണം. അപ്പോൾ HCOO എന്നായ കാർബോക്സിലിക് ആസിഡായി. നിങ്ങൾ ചേർക്കുന്ന KOH K കയറി കഴിഞ്ഞാൽ കാർബോക്സിലിക് ആസിഡിൻ്റെ സോൾട്ടായി. HCOOK എന്നതാ? HCOOK. സോ അതാണ് അതിൻ്റെ ആൻസർ. സോ ഈ 2 റിയാക്ഷൻ, ആൾഡിഹൈഡ് എന്നുള്ള ബെൻസാൾഡിഹൈഡ് അസറ്റോഫിനോൾ തമ്മിലുള്ള റിയാക്ഷനും 2 മെഥനാൽ കോൺസെൻട്രേറ്റഡ് ബേസിൻ്റെ പ്രസൻസുള്ള റിയാക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി, പക്ക ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ മക്കളെ, കൺവേർട്ട് ആൻഡ് നെയിം ദ റിയാക്ഷൻ. പ്രൊപ്പനോയിക് ആസിഡിനെ 2-chloro-propanoic ആസിഡ് ആക്കുക. അയ്യോ, പ്രൊപ്പനോയിക് ആസിഡ് അതേപോലെ തന്നെ പ്രൊപ്പനോയിക് ആസിഡ് അപ്പുറത്തും, അതിന് വ്യത്യാസമല്ല. രണ്ടാമത്തെ കാർബണിൽ ക്ലോറിൻ കയറിയിരിക്കുന്നു, വിച്ച് മീൻസ് ദിസ് ഈസ് HVZ റിയാക്ഷൻ, ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ. ഹെൽ-വോൾഹാർഡ്-സെലിൻസ്കി റിയാക്ഷൻ്റെ പ്രത്യേകത തന്നെ നിങ്ങളുടെ ഓയിക് ആസിഡിന് ഒരു വ്യത്യാസമില്ല. ഏതാണോ ആസിഡ് എടുത്ത് അത് അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ സെക്കൻഡ് കാർബണിൽ ഹാലോജൻ കയറും. സോ HVZ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്തായിരുന്നു പഠിക്കാനുള്ള ട്രിക്ക് പറഞ്ഞിരുന്നത്? H എന്നാലോചിക്കുമ്പോൾ ഹെല്ല് എന്നാലോചിക്കുമ്പോൾ ഹാലോജൻ എന്നാലോചിക്കുക, ഹെല്ല് എന്നാലോചിക്കുമ്പോൾ നേരത്തെ അപ്പോൾ അതിന് റെഡ് കളറാണെന്ന് ആലോചിക്കുക, അപ്പോൾ ഹാലോജൻ ഇൻ റെഡ് ഫോസ്ഫറസ്. അപ്പോൾ അതെല്ലാം കിട്ടി. സോ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3CH2COOH ആണ്. അതിലേക്ക് നമ്മൾ HVZ റിയാക്ഷൻ നടക്കണേ, ഹാലോജൻ ചേർക്കണം റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഞാൻ ക്ലോറിനാണ് ചേർക്കേണ്ടത്. സോ ക്ലോറിൻ ചേർക്കുന്നു റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ. അങ്ങനെ ക്ലോറിൻ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം? ആൽഫ കാർബണിലെ ഹൈഡ്രജൻ, ഇതാണ് നിങ്ങളുടെ മെയിൻ ഗ്രൂപ്പ്. മെയിൻ ഗ്രൂപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർബണാണ് ആൽഫ കാർബൺ. അപ്പം ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ, HVZ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആൽഫ കാർബൺ വേണം. ആൾഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിലും ആൽഫ കാർബൺ വേണം. കാനിസാരൊക്കെ ആൽഫ കാർബൺ വേണ്ട, ആൽഫ ഹൈഡ്രജൻ വേണ്ട. സോ മക്കളെ, ആൽഫ കാർബൺ പോരാ, ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവും. സോ ഇവിടെ ആൽഫ ഹൈഡ്രജൻ വേണം. സോ ആൽഫ കാർബണുള്ള ഹൈഡ്രജൻ പോയിട്ട് പകരം ക്ലോറിൻ കയറും. ഇവിടുന്ന് ഹൈഡ്രജൻ പോയി ക്ലോറിൻ കയറും. സോ CH3, CH2 എന്നുള്ളത് CHCl എന്നാവും. അവിടെ COOH കയറും. മക്കളെ, ആൽഫ കാർബണിൽ ഹാലോജൻ കയറി, അതുകൊണ്ട് ഇതിൻ്റെ പേര് ആൽഫ-ക്ലോറോ-പ്രൊപ്പനോയിക് ആസിഡ് ഓർ 2-chloro-propanoic ആസിഡ്. HVZ റിയാക്ഷൻ അടിപൊളിയായിട്ട് കിട്ടിയല്ലോ. സോ വെരി സിമ്പിൾ. നിങ്ങൾ ഹാലോജനെ റെഡ് ഫോസ്ഫറസിൻ്റെ പ്രസൻസിൽ ചേർക്കുമ്പോൾ ആൽഫ കാർബണിലെ ഹൈഡ്രജൻ പോയി അവിടെ ഹാലോജൻ കയറും. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ബൈ ഹാലോജൻ അറ്റ് ആൽഫ കാർബൺ. ഇനി അമൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ബേസിസിറ്റി. ബേസിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ഈ തന്നിരിക്കുന്ന ആളുകളെ ബേസിസിറ്റിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. സാധാരണ ഒരു ഏത് ഫേസിലാണ് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതും സൊല്യൂഷൻ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ അക്വസ് ഫേസിലാണെങ്കിൽ പ്രത്യേകം പറയും. സോറി, അക്വസ് അല്ല, പിന്നെ അക്വസ് ഓർ സൊല്യൂഷൻ. വേപ്പർ ഫേസിലാണെങ്കിൽ അവർ പ്രത്യേകം പറയും ഇത് സൊല്യൂഷൻ അല്ലെങ്കിൽ അക്വസ് ആണെന്ന് മനസ്സിലാക്കുക. സോ മക്കളെ, നിങ്ങൾക്കറിയാം ഏറ്റവും കുറവ് ബേസിസിറ്റി അനിലിനാണ്. ഏറ്റവും കുറവ് ബേസിസിറ്റി അനിലിനാണ്, റെസണൻസ് കാരണം. ഏറ്റവും കൂടുതൽ ബേസിസിറ്റി തേർസറിക്കാണോ സെക്കൻഡറിക്കാണോ പ്രൈമറിക്കാണോ എന്ന് നോക്കേണ്ടത് മീതയിലാണോ ഈതയിലാണോ നോക്കിയിട്ടാണ്. മീതയിലാണെങ്കിലും ഈതയിലാണെങ്കിലും എപ്പോഴും ഫസ്റ്റ് പ്രൈമറിക്കാണ്. ഇതല്ലേ ഇതിത്തെ പ്രൈമറി. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് E ആണ് എടുക്കണമെങ്കിൽ ഡിക്രീസിങ് ഓർഡറിലെ. അപ്പോൾ ഏറ്റവും കൂടുതൽ Eക്കാണ്. സോറി, സെക്കൻഡറിയാണ് വേണ്ടത്. ഇതല്ലേ സെക്കൻഡറിക്കാണ്, Dക്കാണ് ഏറ്റവും കൂടുതൽ. അക്വ സൊല്യൂഷനിൽ മീതൈൽ ഗ്രൂപ്പ് ആണെങ്കിലും ഇത് മീതയിലാണ്, CH3 എന്ന് പറഞ്ഞാൽ മീതൈൽ ഗ്രൂപ്പ് ആണെങ്കിലും ഈതൈൽ ഗ്രൂപ്പ് ആണെങ്കിലും സെക്കൻഡറിക്കാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞാൽ ഇത് മീതയിലായതുകൊണ്ട്, മീതയിൽ ഒരു കാർബണല്ലോ, മീതയിലായതുകൊണ്ട് സെക്കൻഡറി കഴിഞ്ഞാൽ അടുത്ത് പ്രൈമറിക്കാണ്, Eക്കാണ്. അത് കഴിഞ്ഞാൽ തേർഷറിക്കാണ്, Bക്കാണ്. അത് കഴിഞ്ഞാൽ അനിലിനുണ്ട്, അമോണിയ ഉണ്ട്, പിന്നെ കുറവ് അമോണിയക്കാണ്, Aക്കാണ്.
ഏറ്റവും കുറവ് സിക്കാണ്. മറക്കല്ലേ. ഇത് ഈതയിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് മീതയിൽ ഗ്രൂപ്പാണ്. ഈതയിൽ ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ എങ്ങനെ CH3 CH2 NH2, ഇവിടെ CH3 CH2 ട്വൈസ് NH, ഇങ്ങനെ CH3 CH2 ആയിരുന്നെങ്കിൽ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് തേർസറിക്കാണ് വരുന്നത് ബേസിൻ്റെ ഓർഡർ. സോ മീതയിൽ ഗ്രൂപ്പ്സിനാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഫോർ മീതയിൽ ഗ്രൂപ്പ്സ്, അമൈൻസിൽ മീതയിൽ ഗ്രൂപ്പ്സിനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡറി, പിന്നെ അത് കഴിഞ്ഞാൽ പ്രൈമറി, പിന്നെ അത് കഴിഞ്ഞാൽ തേർസറി. എന്നാൽ മീതയിലിന് പകരം ഈതയിൽ ഗ്രൂപ്പ്സ് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ അപ്പോഴും സെക്കൻഡറി, ഈതയിലാവുമ്പോൾ തേർസറി, ദെൻ പ്രൈമറി. ഈതയിലായാലും മീതയിലായാലും ഫസ്റ്റ് സെക്കൻഡറിക്ക്, മീതയിൽ ഒരു കാരണമുള്ളൂ, അപ്പോൾ അടുത്ത പ്രൈമറിക്ക്, അങ്ങനെ ആലോചിച്ച് നോക്കുക. സോ ഇതാണ് ആ പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ദെൻ നിങ്ങൾക്കറിയാം എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്കാണ് ഗിവ് ദി കെമിക്കൽ നെയിം ഓഫ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഹിൻസ്ബർഗ് റിയേജൻറ്റിൻ്റെ കെമിക്കൽ നെയിം എന്താണ്? ഹിൻസ്ബർഗ് റിയേജൻറ്റ് പ്രൈമറി, സെക്കൻഡറി, തേർസറി അമൈനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ്, റിയേജൻ്റാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. ഹിൻസ്ബർഗ് റിയേജൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് ആണ്. ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ്, അയ്യോ എന്നതാ പേര്? ബെൻസീൻ സൾഫോണൈൽ ക്ലോറൈഡ് അഥവാ C6H5SO2Cl. C6H5SO2Cl. തേർഷറി അമൈൻസ് ഡു നോട്ട്, നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ ഇതാണ് ഹിൻസ്ബർഗ് റിയേജൻറ്റ്. അതിൽ പ്രൈമറി അമൈൻ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യും, പ്രസിപ്പിറ്റേറ്റും തരും. കാരണം പ്രൈമറി അമൈനിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, NH2. സെക്കൻഡറി അമൈൻ പ്രസിപ്പിറ്റേറ്റ് തരും, പക്ഷേ അത് സൊല്യൂബിൾ ആവില്ല. പ്രസിപ്പിറ്റേറ്റ് തരും, പക്ഷേ സൊല്യൂബിൾ ആവില്ല. സോ പ്രൈമറി അമൈൻ്റെ പ്രത്യേകത, അത് റിയാക്ഷനിൽ പങ്കെടുക്കും, പ്രസിപ്പിറ്റേറ്റ് തരും, അത് സൊല്യൂബിൾ ആവുകയും ചെയ്യും. കാരണം 2 ഹൈഡ്രജൻ ഉണ്ടായതുകൊണ്ട് എല്ലാ റിയാക്ഷനും പങ്കെടുക്കും. ഇവിടെ സെക്കൻഡറി അമൈനിൽ 1 ഹൈഡ്രജനുള്ളൂ, അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് തരും, പക്ഷേ പ്രസിപ്പിറ്റേറ്റ് സൊല്യൂബിൾ ആവില്ല. കാരണം അടുത്ത റിയാക്ഷൻ സൊല്യൂബിൾ ആവുക എന്ന് പറയുന്ന റിയാക്ഷൻ നടക്കാൻ ഹൈഡ്രജൻ ഇല്ല. തേർഷറി അമൈൻ റിയാക്റ്റേ ചെയ്യില്ല. വൈ? തേർഷറി അമൈൻ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ കൂടെ ഒരൊറ്റ H ഇല്ല. സോ എന്നിൻ്റെ കൂടെ ഹൈഡ്രജൻ ഇല്ല. സോ നോ അസിഡിക് ഹൈഡ്രജൻ. H വിട്ടുകൊടുക്കുന്ന Hന് അസിഡിക് ഹൈഡ്രജൻ എന്ന് പറയാം. നോ അസിഡിക് ഹൈഡ്രജൻ വിത്ത് നൈട്രജൻ. സോ എന്തുകൊണ്ടാണ് തേർഷറി അമൈൻ ഹിൻസ്ബർഗ് റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാത്തത്? നോ അസിഡിക് ഹൈഡ്രജൻ. Absence of acidic hydrogen, due to absence of acidic hydrogen. അസിഡിക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കും. നൈട്രജൻ്റെ കൂടെ ഏതെങ്കിലും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്കറിയാം പ്രൈമറി അമൈൻ എന്ന് പറയുമ്പോൾ NH2 ആണ്, സെക്കൻഡറി അമൈൻ എന്ന് പറയുമ്പോൾ NH ആണ്, തേർഷറി അമൈൻ എന്ന് പറയുമ്പോൾ N ആണ്. സോ 2 ഹൈഡ്രജനുള്ള ആൾ 2 സ്റ്റെപ്പിലും പങ്കെടുക്കും, പ്രസിപ്പിറ്റേറ്റും കിട്ടും, സൊല്യൂബിൾ ആവും. ശരി, 1 ഹൈഡ്രജനുള്ള ആൾ പ്രസിപ്പിറ്റേറ്റ് ആവും, സൊല്യൂബിൾ ആവില്ല. മൂന്നാമത്തേത് റിയാക്ഷനിലേ പങ്കെടുക്കില്ല. ഇങ്ങനെയാണ് ഈ ഹിൻസ്ബർഗ് റിയേജൻറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഈ പോയിന്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റെഡി മക്കളെ? ദെൻ ബയോമോളിക്യൂൾസിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ബയോമോളിക്യൂൾസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നിർബന്ധമായിട്ട്, ഐ തിങ്ക് മോഡലിന് ഇതിൻ്റെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു. റെഡ്യൂസിങ് എന്താണ്, നോൺ റെഡ്യൂസിങ് എന്താണ്? മക്കളെ നിങ്ങൾക്കറിയാം, ടൊളൻസ് അല്ലെങ്കിൽ ഫെലിങ്സ്, ഈ 2 റിയേജൻറ്റുകൾ ആൾഡിഹൈഡിൽ പഠിക്കുന്നത്, ഈ റിയേജൻറ്റുകളെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റുകളെ റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കും. എന്നാൽ ടൊളൻസിനെയോ ഫെലിങ്സിനെയോ റെഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ആളുകളെ, കാർബോഹൈഡ്രേറ്റുകളെ നോൺ റെഡ്യൂസിങ് ഷുഗറുകളെന്നും വിളിക്കും. അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവർ എല്ലാ മോണോസാക്കറൈഡും, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ലാക്ടോസ് ഒക്കെ റെഡ്യൂസിങ് ഷുഗറാണ്. ഗ്ലൂക്കോസ് ഉണ്ട് അതിൽ, ഫ്രക്ടോസ് ഉണ്ട് അതിൽ, ലാക്ടോസ് ഉണ്ട് അതിൽ, ഗാലക്ടോസ് ഉണ്ട്, എല്ലാവരും ഇവരൊക്കെയും എല്ലാം മോണോസാക്കറൈഡാണ്. ഈ എല്ലാ മോണോസാക്കറൈഡും എന്താണ്? റെഡ്യൂസിങ് ഷുഗർ. എന്നാൽ നോൺ റെഡ്യൂസിങ് ഷുഗറായിട്ട് വരുന്ന ഡൈസാക്കറൈഡിൽ വരുന്ന മെയിൻ ഒരാളാണ് സുക്രോസ്. പിന്നെ പോളിസാക്കറൈഡ് എല്ലാവരും നോൺ റെഡ്യൂസിങ് ഷുഗർ. സുക്രോസ് മറക്കല്ലേ, ഒരു നോൺ റെഡ്യൂസിങ് ഷുഗറാണ്. നോൺ റെഡ്യൂസിങ് ഷുഗറാണ് സുക്രോസ്. കാരണം അതിൽ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല, ഇതിൽ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ മോണോസാക്കറിലും ഫ്രീ ആയിട്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, അപ്പോൾ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇതിൽ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പില്ല, അത് ബോണ്ടിങ്ങിൽ പോയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ കഴിയില്ല. ദെൻ മക്കളെ, ബയോമോളിക്യൂൾസിൽ നിങ്ങൾ പിന്നെ ഓർത്ത് വെക്കേണ്ടുന്ന പല പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് അമിലോസും അമിലോപെക്റ്റിൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് പറയാം. സ്റ്റാർച്ചിലുള്ള 2 കണ്ടൻ്റാണ് അമിലോസും അമിലോപെക്റ്റിൻ. സ്റ്റാർച്ചിലെ കഞ്ഞീൻ്റെ വെള്ളം എന്ന് പറയില്ലേ, അതിലുള്ള 2 കണ്ടൻ്റാണ് അമിലോസും അമിലോപെക്റ്റിനും. ഇതിൽ അമിലോസിൻ്റെ അളവ് കുറവും അമിലോപെക്റ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ആദ്യം അത് പഠിച്ച് ഇത് സെറ്റാക്കാം. അമിലോസ് ആകെ 50 to 20% ആണ്. അമിലോസ് വെള്ളത്തിൽ ലയിക്കും. അമിലോസ് ഒരു ലോങ് ചെയിനാണ്, ചെയിൻ പോളിമറാണ്. ആ ചെയിനുകൾ കണക്ട് ചെയ്തത് ഒന്നാമത്തേത്തെ ഫസ്റ്റ് കാർബണും അടുത്തേത്തെ 4ാമത്തെ കാർബണും, അങ്ങനെ C1 C4 ആണ് ലീക്കേജ്. ഇതാണ് അമിലോസ് സ്റ്റാർച്ചിലുള്ള കണ്ടന്റ്. ഇനി ഇതിൻ്റെ 50 to 20 ആണ് അമിലോസ് എങ്കിൽ 80 to 85 ആണ് അമിലോപെക്റ്റിൻ. ഇത് വാട്ടർ സൊല്യൂബിൾ ആണെങ്കിൽ അമിലോപെക്റ്റിൻ വാട്ടർ ഇൻസൊല്യൂബിൾ ആണ്. ഇത് ചെയിൻ പോളിമർ ആണെങ്കിൽ ഇവിടെ ചെയിനും ഉണ്ട് ബ്രാഞ്ചും ഉണ്ട്. ഇവിടെ C1 C4 ആണെങ്കിൽ ഇവിടെ ചെയിനിൽ C1 C4ഉം ബ്രാഞ്ചിൽ C1 C6 ആണ്. സോ ഇതാണ്
അമിലോസും അമിലോപെക്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസുകൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വെക്കേണ്ടത്. ദെൻ മക്കളെ സൊല്യൂഷൻ എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു പോകുന്ന ടോപ്പിക് ആയിരിക്കുമല്ലോ ഹെൻറീസ് ലോ. ഞാൻ അധികം പറയുന്നില്ല. എന്താണ് ഹെൻറീസ് ലോ കൃത്യം പഠിച്ചു വെച്ചുകൊണ്ട് സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പഠിച്ചാൽ മതി. റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ അറിയാമല്ലോ. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷനാണ്. ദെൻ ബെൻസിൻ സ്ക്യൂബ ഡൈവേഴ്സ് അടുത്ത അപ്ലിക്കേഷനാണ്. ദെൻ അനോക്സിയ ഇൻ പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അതും എന്താണ് ഇതിൽ 3 പേപ്പറിനും ഇതിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. സോ അനോക്സിയ ഉണ്ട്, ബെൻസ് ഉണ്ട്, പിന്നെ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ഉണ്ട്. ഇതൊക്കെ ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷനാണ്. ഹെൻറീസ് ലോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. റെഡി ഹെൻറീസ് ലോ അറിയാം. ദെൻ മക്കളെ എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അതെങ്ങനെ സാറിന് മനസ്സിലായത്? ഇവിടെ ടി ബി കണ്ടിട്ട് ഡെൽറ്റ ടി ബി കണ്ടിട്ട് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം നമ്മൾ ടെക്സ്റ്റിൽ കാണുന്ന അല്ലെങ്കിൽ സ്ഥിരം എക്സാമിനൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഗ്രാഫാണിത്. ഇങ്ങനെ എയും ബിയും തന്നിട്ട് നിങ്ങളോട് ചോദിക്കുന്നതിൽ ഏതാ സോൾവെൻ്റ് ഏതാ സൊല്യൂട്ട്. സിമ്പിൾ ലോജിക്കാണ്. കാരണം നിങ്ങൾ വെറുതെ വൈ ആക്സിസ് നോക്ക്, ടെമ്പറേച്ചർ അങ്ങോട്ട് പോകുന്നവരും കൂടുന്നു. വെറുതെ എക്സ് ആക്സിസ് നോക്ക്, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ അങ്ങോട്ട് പോകുന്നവരും കൂടുന്നു. വൈ ആക്സിസ് നോക്ക്, വേപ്പർ പ്രഷർ അങ്ങോട്ട് പോകുന്നവരും കൂടുന്നു. സോ വേപ്പർ പ്രഷർ കൂടി നിങ്ങളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയാൽ, അറ്റ്മോസ്ഫിയർ പ്രഷർ എത്രയാണ് 1, അതിനോട് ഈക്വൽ ആയാൽ വെള്ളം തിളക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്റ്റൻസ് തിളക്കാൻ തുടങ്ങും. അങ്ങനെ എ എന്ന് പറയുന്ന ആൾ ആദ്യം തിളച്ചു. എ എന്ന് പറയുന്ന ആൾ ഇങ്ങനെ പോയി വേഗത്തിൽ പ്രഷർ എത്തി അവിടെ തിളച്ചു. ബി എന്ന് പറയുന്ന ആൾ പക്ഷേ പിന്നെയും പോയി ഇവിടെ എത്തിയപ്പോഴാണ് തിളച്ചത്. വിച്ച് മീൻസ് നിങ്ങൾക്കറിയാം എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന ഹെഡിങ് തന്നെ ബോയിലിംഗ് പോയിന്റ് കൂടുന്നു എപ്പം സൊല്യൂട്ട് ഇടുമ്പോൾ. അപ്പോൾ സൊല്യൂട്ട് ഇടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ സൊല്യൂട്ട് ഇടുന്നതിന് മുമ്പ് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. സോ സോൾവെൻറ്റ് ഇതാണ്. കാരണം എന്താ? സോൾവെൻറ്റിന് ബോയിലിംഗ് പോയിന്റ് കുറവാണ്. ഇത് സൊല്യൂഷനാണ്. വൈ? സോൾവെൻറ്റിലേക്ക് നിങ്ങൾ സൊല്യൂട്ട് ഇട്ടു, അപ്പോൾ സൊല്യൂഷനായി, സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കൂടി. അതാണ് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം. സോ ഇത് സോൾവെൻറ്റിൻ്റെ മാത്രം ബോയിലിംഗ് പോയിന്റാണ്. അതിനെയാണ് നമ്മൾ TB0 എന്ന് വിളിക്കാം. ഇത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റാണ്. അതാണ് TB. അപ്പം സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റും സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റും നമ്മളെ ഡിഫറൻസ് ആണ് ഡെൽറ്റ TB. അതിവിടെ ഇത്രയാണ് വരിക. ഫോർ എക്സാമ്പിൾ ഇവിടെ 10 ബോയിലിംഗ് പോയിന്റ്, ഇവിടെ 6 ബോയിലിംഗ് പോയിന്റെങ്കിൽ 10 - 6 അതായിരിക്കും ഡെൽറ്റ T. റെഡി മക്കളെ? റെഡി. അപ്പോൾ ആ ഗ്രാഫും സെറ്റല്ലേ, സൊല്യൂഷൻ എന്ന് പറയുന്ന ഗ്രാഫും സെറ്റല്ലേ. ദെൻ നമ്മൾ പോകുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ്. അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് സെറ്റായി. കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഡ്രോ ദി സ്ട്രക്ചേഴ്സ് ഓഫ് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഓഫ് FeNH3 ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സിസും ട്രാൻസും വരക്കാനാണ്, അല്ലെങ്കിൽ ഫാക്കും മിററും വരക്കാനാണ്. നിങ്ങൾക്കറിയാം 2, 4 ടൈപ്പ്. ഇത് 2 എങ്ങനെ ഈ എണ്ണം വരച്ചല്ല നോക്കേണ്ടത്. NH3 അടുത്തുനിന്ന് 1 ബോണ്ടേ പോകുള്ളൂ. അതുകൊണ്ട് 2 NH3 വരുമ്പോൾ 2 ബോണ്ട്. CN നിന്ന് 1 ബോണ്ടേ പോകുള്ളൂ. അപ്പോൾ 4 CN വരുമ്പോൾ 4 ബോണ്ട്. അപ്പോൾ ടോട്ടൽ 6 എണ്ണം. ഒന്നിൽ ടോട്ടൽ 6 ബോണ്ട് ഉണ്ട്. 6 ബോണ്ട് ഉണ്ടെങ്കിൽ ഇത് ഒക്ടാഹെഡ്രലായിരിക്കും. വെരി സിമ്പിൾ. Fe സെൻറ്ററിൽ എഴുതിയിട്ട് 6 എണ്ണം വരക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്. ദെൻ 2 സ്ഥലത്ത് NH3 ആണ്. ഓക്കെ, ബാക്കി 4 സ്ഥലത്ത് CN ആണ്. ഇങ്ങനെ വരക്കുമ്പോൾ ഇത് സിസ് ആണ്. ഇനി എൻ്റെ ട്രാൻസ് വരക്കാൻ ഈസിയാണ്. എല്ലാവരെയും ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. അപ്പോൾ Fe ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് NH3 ഇവിടെയും NH3 ഇവിടെയും കൊടുക്കുന്നു. ഇവിടെ CN, ഇവിടെ CN, ഇവിടെ CN, ഇവിടെ CN. ഇത് ഓപ്പോസിറ്റാണ് എല്ലാവരും. ട്രാൻസ് അടുത്തടുത്തുണ്ട്. ഇത് സിസ്സാന്ന് പറയാൻ നിൽക്കിയത് ഓപ്പോസിറ്റും കൂടി ഉണ്ടോ നോക്കുക. ഇത് സിസ്സാണ്, ഇത് ട്രാൻസ് ആണ്. സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൈനസ് ചാർജ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കോമ്പണൻറ്റ് ചാർജ് ഉണ്ടെങ്കിൽ ഈ എഴുതിയ കോമ്പണൻറ്റ് ജസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഗ്രാഫ് ഒരു ബ്രാക്കറ്റിലാക്കുന്ന പോലെ കാണിച്ചിട്ട് ഒരു 7 പോലെ ഇട്ടിട്ട് അവിടെ മൈനസ് ഇട്ടാൽ മതി. അതിൻ്റെ ചാർജ് ഇട്ടാൽ മതി. ഇവിടെ അങ്ങനെ തന്നെ മൈനസ് ഇട്ടാൽ മതി. റെഡി. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ആ പോയിന്റ് ക്ലിയർ അല്ലേ? കോർഡിനേഷൻ പോയിന്റിൽ നിന്ന് ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. കോമ്പൗണ്ടിൽ ഒറ്റ ചോദ്യം കൂടി വെച്ചിട്ട് നമുക്ക് നിർത്താം. ബാക്കി ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നെയും വേറെയും വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സെറ്റല്ലേ എന്ന് നിങ്ങൾ കൃത്യം ഉറപ്പിക്കുക. നമ്മൾ സ്ഥിരം എന്തായാലും വിട്ടുപോകാതെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഇത്. വേണേഴ്സ് തിയറി. വാട്ട് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് വേണേഴ്സ് തിയറി. വേണറിൻ്റെ പോസ്റ്റുലേറ്റ്സ് പഠിക്കാതെ പോവല്ലേ. വേണറിൻ്റെ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നതാണ് പോയിൻ്റാണ്. മറക്കരുത്. ഒരു സെൻട്രൽ മെറ്റൽ ആറ്റം ഉണ്ട്, അതിന് 2 വാലൻസി ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. അപ്പോൾ ഒരു സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 2 വാലൻസി ഉണ്ട്. ഒന്നാമത്തെ വാലൻസിനെ പ്രൈമറി എന്ന് വിളിക്കും, രണ്ടാമത്തെ വാലൻസിനെ സെക്കൻഡറി എന്ന് വിളിക്കും. പ്രൈമറി എന്ന് പറയുന്ന ആൾ പ്രൈമറി എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പറാണ്. അതോടെ പ്രൈമറി എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പറാണ്. സെക്കൻഡറി കോർഡിനേഷൻ നമ്പറാണ്. സെക്കൻഡറി നോൺ അയണൈസബിൾ ആണ്, പ്രൈമറി അയോണൈസബിൾ ആണ്. പ്രൈമറിയുടെ ചാർജ് നെഗറ്റീവ് ആവാം, പക്ഷേ സെക്കൻഡറിയുടെ ചാർജ് നെഗറ്റീവോ ന്യൂട്രലോ ആവാം. പ്രൈമറി നെഗറ്റീവ് ആണെങ്കിൽ സെക്കൻഡറി
ന്യൂട്രൽ ആവാം. പ്രൈമറി എന്ന് പറയുന്നത് ഡയറക്ഷൻ ഒന്നും ഇല്ലാത്ത, പക്ഷേ സെക്കൻഡറി ഉള്ളിൽ നിൽക്കുന്ന ആളാണ് സെക്കൻഡറി ഡിറക്ഷണലാണ്. വിച്ച് മീൻസ് സെക്കൻഡറി വരുന്നതിനനുസരിച്ചാണ് ഒരു കോമ്പൗണ്ടിൻ്റെ ഡയറക്ഷൻ ഒരു പ്രത്യേക ഡയറക്ഷനിലൂടെ വരും. അങ്ങനെ പ്രത്യേക ഡയറക്ഷനിലൂടെ വരുന്നതുകൊണ്ട് തന്നെ സെക്കൻഡറി ഡെഫിനിറ്റ് ജിയോമെട്രി തീരുമാനിക്കുന്നു. പ്രൈമറി അല്ല സെക്കൻഡറി. ഇവിടെ പ്രൈമറി എന്നാണ് എഴുതിയത്. സെക്കൻഡറി എന്ത് ചെയ്യുന്നു? ഗിവ്സ് ഡെഫിനിറ്റ് ജിയോമെട്രി. പ്രൈമറി എന്ന് പറഞ്ഞാൽ പുറത്ത് ഇതില്ലേ ബേണേഴ്സ് തിയറി പറയുന്നത് ആ കോർഡിനേഷൻ ഇതാണ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്, ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ പുറത്ത് വരുന്ന ആളുണ്ടല്ലോ അതാണ് പ്രൈമറി. ഉള്ളിൽ വരുന്ന ലിഗാൻഡ് ഉണ്ടല്ലോ അതാണ് സെക്കൻഡറി. അപ്പോൾ ലിഗാൻഡ് അല്ലേ, ലിഗാൻഡ് 4 വന്നാൽ നിങ്ങൾ ടെട്രായിഡിൽ നിന്നോ സ്ക്വയർ പ്ലാനാർന്നോ വിളിക്കും, 6 വന്നാൽ ഒക്ടായിഡിൽ നിന്ന് വിളിക്കൂലേ. സോ ലിഗാൻഡിൻ്റെ എണ്ണം അനുസരിച്ചല്ലേ ഷേപ്പ് പറയുന്നത്. സോ ലിഗാൻഡാണ് ഷേപ്പ് തീരുമാനിക്കുന്നത്, അഥവാ സെക്കൻഡറിയാണ് ഷേപ്പ് തീരുമാനിക്കുന്നത്. സെറ്റല്ലേ മക്കളെ? അപ്പോൾ ഇന്ന് ഞാൻ ഡീറ്റെയിൽ പിന്നെ ഓരോ ചാപ്റ്ററിൽ കുറച്ച് ടോപ്പിക് ക്വസ്റ്റ്യൻസുകൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അത് സെറ്റായില്ലേ എന്ന് മാത്രം നിങ്ങൾ ഉറപ്പിക്കുക. എക്സാമിലേക്ക് പോയിക്കോളാം.